നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ താഴെ നമ്മുടെ മനോരമ ന്യൂസിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. അതൊന്ന് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഉഷ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഇന്ന് 21 വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് 12:30-ക്കാണ്. അതിന് ഏകദേശം 3/4 മണിക്കൂർ മുന്നേ ഇവിടെ CMO ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോൾ വന്നിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ് കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്. തലകറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ടും ആകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. എന്ത് ചെയ്തു കുട്ടിയെ? കാര്യം ഇതുപോലൊരു സിമിലർ ഇൻസിഡന്റ് 2 വർഷം മുന്നേ ഉണ്ടായിട്ട്. കണ്ടില്ലേ, പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ മെഴുവേലി ഭാഗത്ത് 20 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ ഗർഭിണിയായി. തുടർന്ന് വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല എന്ന് ആണ് പറയുന്നത്. അങ്ങനെയുള്ള ആളിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും തുടർന്ന് അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആ വീഡിയോയിൽ ജസ്റ്റ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമ സംവിധാനത്തിലെ വീഴ്ചകളാണ് ഇതിനെല്ലാം രണ്ടാമതും ഇത് ചെയ്യുവാൻ വേണ്ടി പ്രേരിതമാകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒപ്പം ഇത് ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ ഭീഷണികൾ നേരിടേണ്ടി വരും. ഇത് നിങ്ങൾ കണ്ടു കാണും, ധാരാളം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റും ന്യൂസായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഇത് മറന്നുപോകും. പിന്നെയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടന്നു വരുന്ന ഒരു കാര്യം. അത് നമ്മുടെ ശിക്ഷാ നടപടിയും ഒക്കെ വളരെ കാര്യമായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ഗവൺമെൻറ് അടിയന്തരമായി ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം, അതായത് ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള ശിക്ഷാ നടപടികളിൽ മാറ്റം കൊണ്ടുവന്നാലേ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ, ടേക്ക് കെയർ.